ദിലീപ് വിഷയം വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് കുരുപൊട്ടുകയാണ്. ദിലീപിനെ തൂക്കിക്കൊന്നില്ല, ഇതാണ് അവരുടെയൊക്കെ പ്രശ്നം. ദിലീപ് പൾസർ സുനിയെന്ന് ശിക്ഷിച്ചത് ഇവർക്ക് കുഴപ്പമില്ല, ദിലീപിനെ തൂക്കിക്കൊന്നില്ല. ഇതൊക്കെ നമുക്ക് ശരി, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരങ്ങൾ, പ്രതികാരങ്ങൾ, പക എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്കതിനെ തള്ളിക്കളയാം. പക്ഷേ ജുഡീഷ്യറിയെ ദിലീപിന്റെ പേരിൽ അവഹേളിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. നീതിന്യായ വ്യവസ്ഥയെ തകർക്കുന്ന ഒരു രീതി ഇപ്പോൾ അവലംബിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് വരെ കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. വിധിപ്പകർപ്പ് ഡിസംബർ 2-ന്, വിധി പറയുന്നത് 8-ന്, വിധിപ്പകർപ്പ് 2-ന് ചോർന്നു. അത് വിധി എഴുതിയത് ജഡ്ജിയല്ല, ജഡ്ജിയുടെ സുഹൃത്താണ്. അങ്ങനെ ഒരു ഊമക്കത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഹൈക്കോടതിയുടെ ഒരു അഭിഭാഷകൻ ഇപ്പോൾ രംഗത്തെത്തുകയാണ്. അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് കത്തൊക്കെ നൽകിയിട്ടുണ്ട്, ഇത് അന്വേഷിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സാർ ഇവിടെ സംഭവിക്കുന്നത്? പൈസ ഉണ്ടായാലും എന്ത് നടക്കും, അതാണ് സംഭവിക്കുന്നത്. നമ്മളിതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് എന്തെല്ലാം കാര്യം നടന്നു. ഡൽഹി സ്ഫോടനം നടന്നു, ആർക്കെങ്കിലും നാക്കുണ്ടായിരുന്നു, മൂക്കുണ്ടായിരുന്നു, ഒരു വിഷയമില്ലല്ലോ. എന്തൊക്കെ വിഷയം നടക്കുന്നു. പക്ഷേ ഇതിനകത്ത് പഹൽഗാമിൽ നമ്മൾ 27 സഹോദരങ്ങൾ ഒരു അഭിപ്രായമില്ലായിരുന്നു, ഒന്നുമില്ല. പണം തന്നെയാണ് വിഷയം. നമ്മൾ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിനെ ബാധിക്കുന്ന എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങളെ പറ്റി അറിയാമല്ലോ. ഇതിനെപ്പറ്റിയൊന്നും ആർക്കും ഒരു അഭിപ്രായവുമില്ല, ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെ എന്തെല്ലാം വലിയ വലിയ കേസുകൾ, രാജ്യത്തെ നടുക്കുന്ന കേസുകൾ ഒന്നുമില്ല. ഇതിനകത്ത് ഒരു കേസിനകത്ത് 8 കൊല്ലം വിചാരണ നടത്തി അതിനകത്ത് എല്ലാവരും പ്രതികളാവണോ നിർബന്ധം പിടിക്കും. എല്ലാവരും പ്രതികളല്ല, ദിലീപ് പ്രതിയാവണമായിരുന്നു. ആ ഒരു നിർബന്ധം മാത്രം നടക്കാത്ത ഒരു അജണ്ട, അല്ലെങ്കിൽ ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഒരു ക്രൈം ഉണ്ടാകുന്നു, അതിനകത്ത് ഒരാളെ ടാർഗറ്റ് ചെയ്ത് അതിനകത്ത് ഇൻവോൾവ് ആക്കുന്നു. അതിനകത്ത് നിന്ന് അയാൾ 8 കൊല്ലം കൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ പറയുന്നത് പോലെ മിണ്ടാതിരുന്ന് കോടതി പറയുന്നത് അനുസരിച്ച് അയാൾ, അല്ലെങ്കിൽ കോടതി ആൾക്കാരെ പരിശോധിക്കുമ്പോൾ, പ്രതികളെ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് കുറച്ചുപേര് കുറ്റക്കാരാണ്, കുറച്ചുപേര് കുറ്റക്കാരല്ല. ഇങ്ങനെയാണ് എല്ലാ കേസും. ബാബറി മസ്ജിദ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല കേസുകളും അങ്ങനെയാണ്. ലോകത്ത് എല്ലാ കേസുകൾക്കകത്തും പോലീസ് കുറ്റവിചാരണ ഏർപ്പെടുത്തിയിട്ടുള്ള മൊത്തം കുറ്റക്കാരായിട്ടുള്ള ഒരു കേസ് നമ്മൾ കണ്ടിട്ടില്ല. അതിനകത്ത് കുറേ പേരെ വെറുതെ വിടും. കൊലക്കേസായാലും മോഷണക്കേസായാലും അമ്പലം തകർത്ത കേസായാലും പള്ളി തകർത്ത കേസായാലും ഏത് കേസായാലും ഈ ഫ്രെയിം ചെയ്യുന്നവർ മൊത്തം കുറ്റക്കാരല്ല. അതിനല്ലേ കോടതി ഉള്ളത്, അതിനല്ലേ തെളിവുകൾ ശോധിക്കുന്നത്, അതിനല്ലേ പരിശോധന നടത്തുന്നത്. ആ രീതിയിൽ ഈ അന്വേഷണ നടത്തിയപ്പോൾ ഇവരെ പ്രതി ചേർത്തതാണോ, അത് പ്രതി ചേർത്തത് അല്ലെങ്കിൽ ശരിയായ രീതിയിലാണോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ പകപോക്കലാണോ, ഈ പറയുന്നവരെല്ലാം പ്രതികളാണോ? ഇത് വളരെ കൃത്യമായിട്ട് കോടതി പരിശോധിച്ച് അതിനകത്ത് കൃത്യതയും അല്ലെങ്കിൽ ഈ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ വെറുതെ കുറ്റക്കാരെ കണ്ടെത്തും, കുറ്റക്കാരില്ലാത്ത ഇതിനകത്ത് ദിലീപിനെ വെറുതെ വിട്ടത് വലിയ പ്രശ്നമായി പോയി. വെളിയിൽ നിന്ന് കോടതി കണ്ടിട്ടില്ലാത്ത വക്കീലന്മാർ, അല്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകർ, പിന്നെ റോഡിൽ നിൽക്കുന്നവർ മൊത്തവും. ഈ റോഡിൽ നിൽക്കുന്നവർക്ക് പോലും കോടതി എന്താണ്, മജിസ്ട്രേറ്റ് എന്താണ്. ഒരുത്തം കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ലേ, വന്നപ്പോൾ എണീറ്റ് നിന്ന് തൊഴുതെന്ന്. മജിസ്ട്രേറ്റ് കോടതി കയറുമ്പോൾ എല്ലാവരും തൊഴുതിട്ടായിരിക്കുന്നു എന്നുള്ളവരെ അവൻ അറിയത്തില്ലെന്നുള്ളവരെ മനസ്സിലായല്ലോ. അതേ രീതിയിലുള്ളവനാ ഈ പറയുന്ന പ്രബലമായ കേസും ഈ ജുഡീഷ്യറി സംവിധാനത്തെ ഒക്കെ ഇപ്പം റോഡിൽ നിന്ന് അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രൊമോഷൻ കൊടുക്കാൻ ഇത്തരത്തിലുള്ള ബൈറ്റ്സ് എടുത്തിട്ട് ഈ പറയുന്ന ചാനലുകൾ ഇടുകയാണ്. ഇപ്പം തന്നെ വന്നേക്കുന്ന ഊമക്കത്ത് വന്ന് എന്താ അവന് പേരെഴുതി കൂടെ, ഈ എഴുതിയവന് പേരെഴുതി കൂടെ, എന്താ പേരെഴുതി അവനെ കഴുത്താരണ്ട് വെട്ടിക്കൊണ്ടുപോകും. ഇപ്പം ഇവരുടെ ഈ റോഡിൽ ഇരിക്കുന്നവൻ്റെയും ഈ അഭിഭാഷകരുടെയും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെയും മൊട്ടയുടെയൊക്കെ കഴുത്തിന് മേലെ തലയുണ്ടല്ലോ. ഈ ഊമക്കത്തുകാരൻ്റെ മാത്രമേ എന്താ അവന് അഡ്രസ്സ് ഇല്ലാത്ത. ഇവൻ ഇത്രയും നോവുന്നുണ്ടെങ്കിൽ ഭാരത പൗരൻ എന്നുള്ള രീതിയിൽ ഒരു ഊമക്കത്ത് കൊടുക്കണ്ടല്ലോ. ഈ ഊമക്കത്ത് ഒരു കേരള ബാർ അസോസിയേഷന്റെ നേതാവ് അല്ലേ, ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷന്റെ നേതാവിന്റെ യശ്വൻ ഷേണായി അദ്ദേഹത്തിന്റെ കയ്യിലാണ് കിട്ടുന്നത്. അദ്ദേഹം ഇത് കൊണ്ടുവന്ന് അവിടെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് 3 ഹൈക്കോടതി ജഡ്ജിമാരുടെ അനുഗ്രഹ ആശ്രിതത്തോടു കൂടിയാണ് ഈ ജഡ്ജി ഹണി വർഗീസ് ഇത് ചെയ്തിരിക്കുന്നത്. ഹണി വർഗീസ് അല്ല ഇത് എഴുതിയിരിക്കുന്നത്, അവിടെ കൂട്ടുകാരിയെ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. 8-ാം തീയതി ഡിസംബർ 2 ഇത് വെളിയിൽ വന്നു, മൊത്തത്തിൽ കൊടുത്തു. എന്നിട്ട് ഇതുകൊണ്ട് കാണിച്ചിട്ട് ഡീൽ ഉറപ്പിച്ചു. മനസ്സിലായി, ഇത് വെളിയിൽ ഡീൽ ഉറപ്പിക്കുന്നതിനൊരു കത്ത് വേണം, അല്ലെങ്കിൽ ഈ കുറ്റം ഇത് വേണം. അത് കൊണ്ടുവന്ന് അല്ലേ ഡീൽ ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ കാണിച്ചാലേ ഒക്കത്തുള്ളൂ. മജിസ്ട്രേറ്റ് എന്തുവാ, കോടതി എന്തുവാ, മറ്റെന്തുവാ, എന്തതിനെ പറ്റി അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ ഈ ഉള്ള കാര്യങ്ങളാണ്. അപ്പം ഇത് 8-ാം തീയതി അവിടെ കിട്ടുന്നത്. 2-ാം തീയതി ഡേറ്റ് എനിക്ക് വേണമെങ്കിൽ വെച്ചുവിടും. ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ഡേറ്റ് ഇന്ന് പേപ്പറിനകത്ത് എഴുതി വെച്ചുവിടും. 8-ാം തീയതി അവിടെ കിട്ടുന്നത്.
അതിനകത്ത് വിശദമായിട്ടെല്ലാം ഉണ്ടെന്ന്. എന്തുവാ അവർ വിളിച്ചു പറഞ്ഞില്ലേ ഇത്രയും പേര് പ്രതികളല്ലെന്നത് എഴുതി അതിനകത്ത് വെച്ചാൽ പോരെ. അപ്പൊ ഇതിനകത്ത് എന്ത് കാര്യമെന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും ക്ലെയിമിലാക്കുകയാണ്. അതായത് ഇത് സുതാര്യമല്ല, ഇത് നേരത്തെ പറഞ്ഞിരുന്നു, ഇതിന്റെ പുറത്ത് പണം ഒഴുകിയിരുന്നു, ജുഡീഷ്യറി സംവിധാനം ഇല്ല, അല്ലെങ്കിൽ ഈ ജഡ്ജി ഇങ്ങനെയല്ല. ഈ പറയുന്ന ഈ ഊമക്കത്തുമായിട്ട് ഇപ്പൊ കോടതിയെ സമീപിച്ചിരിക്കുന്ന ആൾ നേരത്തെ പല കേസുകളിലും ഇതേപോലെ കോടതി ജഡ്ജിമാരെയും കോടതിയെയും അവഹേളിച്ചിട്ടുള്ളതും പരാതിപ്പെട്ടിട്ടുള്ളതുമാണ്. അപ്പൊ ഇവരുടെ കൂടെ എന്ന വക്കീലന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല, അത് അയാളുടെ മാത്രം സ്വകാര്യമാണ്, അയാളുടെ മാത്രം കാര്യമാണെന്ന് പറഞ്ഞിട്ട് നേരത്തെ പ്രശ്നങ്ങൾ ഉള്ളതാണ് ഈ പറയുന്ന യശ്വന്ത് ഷേണായി എന്ന് പറഞ്ഞത്. യശ്വന്ത് ഷേണായിയുടെ ഊമക്കത്തിന്റെ പുറയിൽ വക്കീലന്മാരുടെ കാര്യമാണല്ലോ. അപ്പൊ ഈ ഊമക്കത്തും ഒക്കെ നമുക്ക് ഇന്നതോളം കൊണ്ടുവന്ന് അത് നമുക്ക് വെച്ച് കാച്ചിക്കളയാം, മറ്റേ രീതിയിൽ ആദ്യം എന്നൊക്കെ പറഞ്ഞ് ആർക്കും വേണേലും എന്ത് വേണേലും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാത്തിനകത്തും ഇതിന്റെ പുറകില് വളരെ കൃത്യമായിട്ട് ദിലീപിന്റെ പുറകിൽ അല്ലെങ്കിൽ ദിലീപിനെ തീർക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഉള്ള കൃത്യമായിട്ട് വളരെ വലിയൊരു സംവിധാനം ഇതിന്റെ പുറകിലുണ്ട്. അല്ല ഈ ഗ്രൗണ്ട് ലെവൽ തൊട്ട് ഇതിങ്ങനെ ഈ ഒരു കേസ് ഇങ്ങനെ വൈബ്രന്റ് ആയിട്ട് നിൽക്കും. ഇതിനെക്കാട്ടി പ്രമാദമായിട്ട് ഗോവിന്ദച്ചാമിയുടെ കേസ് വന്നതൊക്കെ ആർക്കും നൊന്തില്ല, ഒരു വക്കീലിനും നൊന്തില്ല. ഈ പറയുന്ന ഇടുക്കിയിലെ ഒരു 2 പെൺകുട്ടികളെ വാളയാറിലെ അതിനകത്ത് യഥാർത്ഥ പ്രതികളെ പെട്ടപ്പോൾ ആർക്കും നൊന്തില്ല, ചെറുതായിട്ടൊന്നും നൊന്തതേ ഉള്ളൂ. ഏറ്റവും അവസാനം ഇപ്പൊ ദിലീപിന്റെ വിഷയം വരുന്നു. ദിലീപിനെ ഇതിനകത്ത് ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ നടത്തിയിട്ടാണ് ഇവരെ റേപ്പ് ചെയ്തത്. ഞാൻ ചോദിച്ചില്ലേ, വേടന്റെ ഒരു കേസ് വന്നല്ലോ, വേടന്റെ കേസ് വേടൻ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി വളരെ കൃത്യമായിട്ട് ഒരു ഡോക്ടർ 2 പേര് കൊടുത്തണക്ക് വേടന്റെ പേരിൽ ആർക്കും ഒരു ആക്ഷേപമില്ല. ഭാഗ്യലക്ഷ്മി ഉണ്ടായിരുന്നു. അപ്പൊ വേടന്റെ ബലാത്സംഗവും ദിലീപിന്റെ ബലാത്സംഗവും തമ്മിൽ ഭാഗ്യലക്ഷ്മിക്ക് എന്തോ വേർതിരിച്ച് കാണാൻ പറ്റും. തീവ്രത പറഞ്ഞത് അത് വേടൻ ചെയ്തതാ, ഇത് ചെയ്യിച്ചതാ. അപ്പം ചെയ്തവന്റെ കൂടെ ഭാഗ്യലക്ഷ്മിക്ക് ഇരിക്കാം, ചെയ്യിച്ചവന്റെ കൂടെ ഒക്കെ അവൻ അവാർഡും കൊടുത്തു, ആർക്കും ഒരു ആക്ഷേപവും ഇല്ല, ഒരു പറച്ചിലും ഇല്ല. ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിജീവിതയുടെ കൂടെ. അപ്പൊ വേടൻ ചെയ്ത അതിജീവിതയുടെ കൂടെ മുഖ്യമന്ത്രി ഇല്ലേ? അല്ല, പിണറായി വിജയന് പറ്റത്തില്ലേ? അപ്പൊ അതൊന്നും അല്ല കാര്യം. ഇതിനകത്ത് വേറെ ടാർഗറ്റ് ഉണ്ട്. ദിലീപിനെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ പുറകിൽ ഒരു മാഫിയ ഉണ്ട്. ആ മാഫിയ അന്ന് തൊട്ട് ഇന്ന് വരെ നിൽക്കുന്നു. അവര് നിർത്താൻ തയ്യാറല്ല. ഈ സംവിധാനത്തെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഈ ഒരു വിഷയം വെച്ചിട്ട് ദിലീപിനെക്കാട്ടിൽ കൂടുതൽ ഇവിടുത്തെ ജുഡീഷ്യറിയെ, ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ സംവിധാനങ്ങൾ മൊത്തം തെറ്റാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്തോണമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പോക്കാണ് ഇതിന് കാണിക്കുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞോട്ടെ, ചെയ്തോട്ടെ, അവരവരുടെ കാര്യം ഇതൊക്കെ ഇങ്ങനെ അല്ലേ എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ നാളെ കാലത്ത് ഇതിന് ആഹ്വാനം കൂടി. ഇന്നലെ ഒന്നും അറിയാത്ത വൃത്തിയായിട്ട് വർത്താനം പറയാൻ വയ്യാത്ത ഒരു വനിതാ വക്കീൽ വന്നെന്ന് പറഞ്ഞാൽ കലാപാഹ്വാനം അവർ നടത്തുന്നത്. ഇറങ്ങണം, എല്ലാവരും റോഡിൽ ഇറങ്ങണം, കോടതി തല്ലി പൊട്ടിക്കണം, നിങ്ങൾ വനിതകൾ എന്ത് ചെയ്യേ, നാട്ടുകാരെന്ത് ചെയ്യേ, കലാപാഹ്വാനം, കേസെടുക്കണം. കലാപാഹ്വാനാണ് സ്ത്രീ നടത്തുന്നത്. അവിടെ തോളയിലും കിടക്കുന്ന എന്തോന്നറിയാം, കറുത്ത വക്കീലന്മാരുടെ കോട്ട്, കഴുത്തേലേണ്ട സാധനം, വൃത്തിയുടെ കാര്യം പോലും പറയാനൊക്കത്തില്ല. അപ്പൊ ഇതിന്റെ പുറകില് ഊമക്കത്തല്ല, ഇത് നിഗൂഢമായ നീക്കമാണ്. അതായത് ജുഡീഷ്യറിക്കെതിരെ നീക്കമാണ്, സംവിധാനത്തിനെതിരെ നീക്കമാണ്. ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ ഉള്ള കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഞങ്ങളത് നടത്തിയവരെ ഏതറ്റം വരെ കൊണ്ടുപോയും അത് തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. അതിന് ഏതറ്റം വരെയും ഏത് രീതിയിലും പോയി ഏത് മാർഗം ഉപയോഗിച്ചും പോയി അത് നടത്തും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനകത്ത് ഇടപെടേണ്ടതായിട്ടുണ്ട്. സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ജുഡീഷ്യറി സംവിധാനത്തെ ഇതുപോലുള്ള കാര്യങ്ങളെയും വളരെ കൃത്യമായിട്ട് യാതൊരു ബോധ്യവുമില്ലാതെ തെളിവുമില്ലാതെ ഊഹാപോഹങ്ങൾക്ക് രീതിയിൽ അവഹേളിക്കുകയും ആൾക്കാരുടെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ പേര് കർശന നടപടിയുമായിട്ട് ഈ ജുഡീഷ്യറി സംവിധാനം അല്ലെങ്കിൽ രാജ്യം പോയില്ലെങ്കിൽ ഇത് വളരെ വലിയ കുഴപ്പത്തിലേക്ക് പോകും. നമ്മൾ നിസ്സാരമായിട്ട് കാണണ്ട, ഇതിൻ്റെ പുറകിൽ ഒരു കലാപാഹ്വാനം വരെ ഉണ്ട്, അല്ലെങ്കിൽ സംവിധാനങ്ങളെ തകർക്കുന്ന ഒരു രീതിയുണ്ട്. അത് വളരെ ദീർഘമായിട്ട് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പരിശോധിച്ചാൽ അത് മനസ്സിലാവുകയും ചെയ്യും.